നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുള്ള ബെലാഡീസ് അനോമലി എന്ന ടോപ്പിക്കിനെ പറ്റിയാണ്. ബെലാഡീസ് അനോമലി എന്ന് പറയുന്നത് ഒരു സിറ്റുവേഷനാണ്. അതായത് ഫിഫോ പേജ് റീപ്ലേസ്മെൻറ്റ് ആൽഗോരിതത്തിൽ വരുന്ന ഒരു സിറ്റുവേഷനെയാണ് ബെലാഡീസ് അനോമലി എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിളിലൂടെ അത് നോക്കാം. ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ള പേജ് റെഫറൻസ് സ്ട്രിങ് ആണ് 012301401234 എന്ന് പറയുന്നത്. ഈ ഒരു സ്ട്രിങ്ങിനെ നമുക്ക് ഫിസിക്കൽ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യണം വിത്ത് ഫിഫോ പേജ് റീപ്ലേസ്മെൻറ്റ് ആൽഗോരിതം യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഫ്രെയിം ഫിസിക്കൽ മെമ്മറിയുടെ ഫ്രെയിം എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ വരുന്ന പേജ് ഫോൾട്ടാണ് ഈ തന്നിട്ടുള്ളത് 1 2 3 4 5 6 7 8 9. പേജ് ഫോൾട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഫിസിക്കൽ മെമ്മറിയിലേക്ക് ഒരു ഡാറ്റ അവൈലബിൾ ആണോ എന്ന് നോക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അതിൽ ആ ഒരു ഡാറ്റ ഇല്ല എങ്കിൽ അതിന് പേജ് ഫോൾട്ട് എന്ന് പറയും. അപ്പോൾ ഇവിടെ 9 ആണ് പേജ് ഫോൾട്ട്. ദെൻ സെയിം റെഫറൻസ് സ്ട്രിങ്ങിനെ നമ്മൾ ഒന്ന് മെമ്മറിയിലുള്ള ഫ്രെയിം ഒന്ന് ഇൻക്രീസ് ചെയ്തു 4 ആക്കി. അതിലേക്ക് ലോഡ് ചെയ്യുമ്പോൾ ഉള്ള പേജ് ഫോൾട്ട് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ 4 ഫ്രെയിമുള്ള ഫിസിക്കൽ മെമ്മറിയിലേക്ക് ഈ ഒരു സ്ട്രിങ്ങിലുള്ള ബിറ്റുകൾ ലോഡ് ചെയ്യുമ്പോഴുള്ള പേജ് ഫോൾട്ട് നോക്കുക. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ നോക്ക്, നമ്മുടെ ഫ്രെയിം 3 ആയപ്പോൾ പേജ് ഫോൾട്ട് 9 ആയിരുന്നു. ദെൻ 4 ആവുമ്പോൾ പേജ് ഫോൾട്ട് 10 ആയി. ഇതാണ് ബെലാഡീസ് അനോമലി എന്ന് പറയുന്ന സിറ്റുവേഷൻ. അതായത് നമ്പർ ഓഫ് ഫ്രെയിംസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പേജ് ഫോൾട്ട് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ബെലാഡീസ് അനോമലി എന്നാണ് പറയുന്നത്. അതായത് നോർമലായിട്ട് നമ്പർ ഓഫ് ഫ്രെയിം ഇൻക്രീസ് ചെയ്യുമ്പോൾ പേജ് ഫോൾട്ട് കുറയാണ് സാധാരണ കേസിൽ. പക്ഷേ ചില സിറ്റുവേഷനിൽ ഈ ഫിഫോ പേജ് റീപ്ലേസ്മെൻറ്റ് ആൽഗോരിതത്തിൽ നമ്മൾ ഫ്രെയിം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പേജ് ഫോൾട്ട് ഇൻക്രീസ് ചെയ്യും. ഈ ഒരു സിറ്റുവേഷനെയാണ് ബെലാഡീസ് അനോമലി പറയുന്നത്.